ചോദ്യം കൊണ്ട് തുടങ്ങാം. കല്ലുകൾക്ക് ഓർമ്മയുണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്ന കല്ലുകൾ ഇവയാണ്. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട കോട്ട. ചരിത്രം എന്നത് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ചില ഇടങ്ങളിൽ അത് മതിലുകളായി, കവാടങ്ങളായി, നിശബ്ദമായ കല്ലുകളായി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇടമാണ് ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ട്. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നിന്റെ ഹൃദയമായിരുന്നു ഈ കോട്ട. രാജാക്കന്മാർ ഭരിച്ചിരുന്ന അധികാരത്തിന്റെ കേന്ദ്രം. ഈ കവാടത്തിൽ ഒരിക്കൽ ഒരാൾ കൈയ്യടി നൽകിയാൽ അത് കോട്ടയുടെ മുകളിലെ രാജാവിരിക്കുന്ന സ്ഥലത്ത് വരെ കേൾക്കുമായിരുന്നു. ശത്രുക്കൾ അടുത്തെത്തുന്നതിന് മുൻപേ മുന്നറിയിപ്പ് നൽകുവാൻ ശാസ്ത്രവും ബുദ്ധിയും ചേർന്ന അത്ഭുതകരമായ സംവിധാനമായിരുന്നു അത്. ഗോൽക്കൊണ്ട എന്ന പേര് വജ്രങ്ങളുടെ ചരിത്രത്തിനോടൊപ്പം ലോകമെമ്പാടും അറിയപ്പെട്ടു. ലോകപ്രസിദ്ധമായ കോഹിന്നൂർ പോലുള്ള വജ്രങ്ങൾ ഒരിക്കൽ ഈ മണ്ണിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഉയർന്ന മതിലുകൾക്ക് അകത്ത് രഹസ്യ തുരങ്കങ്ങളുണ്ട്, യുദ്ധങ്ങളുടെ ശബ്ദമുണ്ട്, രാജാക്കന്മാരുടെ സ്വപ്നങ്ങളും വഞ്ചനകളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. ഗോൽക്കൊണ്ട കോട്ട ഒരു യുദ്ധത്തിനായി മാത്രം പണി കഴിപ്പിച്ച കോട്ടയല്ല, ഇത് ചിന്തിപ്പിക്കുന്ന ഒരു കോട്ട തന്നെയായിരുന്നു. പലർക്കും അറിയില്ല, ഈ കോട്ട പണിതത് ഒരേ കാലഘട്ടത്തിലല്ല. ഓരോ ഭീഷണി വരുമ്പോഴും കോട്ടയ്ക്ക് ഒരു പുതിയ ബുദ്ധി കൂടി ചേർത്തുകൊണ്ടായിരുന്നു. ഇവിടെ മതിലുകൾ എല്ലായിടത്തും ഒരേ ഉയരമല്ല, ഉയരം മാറ്റി മാറ്റിയാണ് പണിതത്. ശത്രുക്കൾക്ക് അളവ് കണക്കാക്കാൻ പറ്റാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കല്ലുകൾക്ക് മിനുസമുള്ളതാണ്, കാരണം മഴയിലും ശത്രുക്കൾ കയറാതിരിക്കാൻ. ഇവിടത്തെ ചില പടികൾ പൂർണ്ണമായി ചവിട്ടിയാൽ ശബ്ദം മുഴങ്ങുന്ന തരത്തിലാണ്. ഇത് അലാറം സിസ്റ്റമായിരുന്നു. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ചില മുറികൾ ശബ്ദം പുറത്തു പോകാത്ത രീതിയിൽ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ചർച്ചകൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഗോൽക്കൊണ്ടയിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ ചൂട് ആഗിരണം ചെയ്യുന്ന സ്വഭാവമുള്ളതാണ്. പകൽ ചൂട് പിടിച്ച് രാത്രിയിൽ തണുപ്പ് നൽകാൻ അവയ്ക്ക് സാധിക്കുന്നു. മതിലുകളുടെ കനം എല്ലായിടത്തും ഒരുപോലെയല്ല. ആക്രമണം കൂടുതലായി പ്രതീക്ഷിച്ച ഭാഗങ്ങളിൽ കനം ഇരട്ടിയായിട്ടാണ് ഇവ ചെയ്തിരിക്കുന്നത്. കോട്ടയുടെ വളവുകൾ ശ്രദ്ധിച്ചാൽ നേരായ മതിലുകൾ കുറവാണെന്ന് മനസ്സിലാകും. വളവുകൾ ഉപയോഗിച്ച് പീരങ്കി വെടിയുടെ ശക്തി കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പടികളുടെ ഡിസൈൻ തന്നെ ഒരു എഞ്ചിനീയറിംഗ് ബ്രില്യൻ്റ് ആണ്. ഒരേ ഉയരമല്ല, ശത്രുക്കൾ വേഗത്തിൽ ഓടുമ്പോൾ തെന്നി വീഴാൻ ഇത് സഹായിക്കുന്നു. ഇന്ന് ഇവിടെ നിശബ്ദത മാത്രം, പക്ഷേ ആ നിശബ്ദത ഭാരം നിറഞ്ഞതാണ്. കേൾക്കാൻ ശ്രമിച്ചാൽ കാറ്റിനൊപ്പം ആ പഴയ ശബ്ദം പറയും, ഞാൻ ഇതുവരെ എല്ലാം പറഞ്ഞു തീർന്നിട്ടില്ല. അതെ, കല്ലുകൾക്ക് ഓർമ്മയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സ്ഥലം, ഗോൽക്കൊണ്ട ഫോർട്ട്.